നമ്മളിപ്പോ എവിടെയാണ്? നമ്മളെവിടാ? നമ്മളിപ്പോ ഉള്ളത് വണ്ടർലയിലാണ്. അപ്പൊ നമ്മൾ വണ്ടർലയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നാത്തൂൻ്റെ കൂടെയാണ് വണ്ടർലയിൽ ഇന്ന് വെള്ളത്തിൽ ചാടി ആഘോഷിക്കാൻ പോകുന്നത്. അതായത് ഇച്ചാൻ്റെ മൂത്ത പെങ്ങള് സൗദിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം പെങ്ങള്, ഹസ്ബൻഡ്, മോൻ എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ അവരുടെ കൂടെയാണ്. ആർക്ക് കിട്ടും ഇങ്ങനത്തെ ഭാഗ്യം? കല്യാണത്തിന് മുന്നേ തന്നെ നാത്തൂനോട് വണ്ടർലയിൽ വെള്ളത്തിൽ കളിക്കാൻ വരുന്നല്ലേ ചോദിച്ചാൽ. അപ്പം നാത്തൂനിപ്പോൾ വരും. അപ്പം ഞാൻ കാണിച്ചു തരാം അവരെയും കൂടെ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ വണ്ടർലയിൽ ആഘോഷിക്കാൻ പോവുകയാണ് ഗൈസ്. ആറാടുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ അടിച്ചു പൊളിക്കുന്ന വ്ളോഗായിരിക്കും. അപ്പോൾ എന്നാ പപ്പായും മമ്മിയൊക്കെ ജർമ്മനിയിലായതുകൊണ്ട്, പിന്നെ കുഞ്ഞേച്ചിയൊക്കെ ജർമ്മനിയിലായതുകൊണ്ട് അവരെ നമുക്ക് മിസ്സാവുന്നു. പക്ഷെ അവരുമായിട്ട് നമ്മൾ അടുത്ത ഒരു ഉടനെ തന്നെ, അതെ, പപ്പായും മമ്മി അവിടെ കയറിയിട്ടുണ്ട്. അതെ, എന്നാലും അവരെല്ലാവരും കൂടെ നമുക്ക് ഉടനെ തന്നെ കാണാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തക്കാലം ഉള്ളവരൊക്കെ കൂടെ നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, അവർ വരട്ടെ. വന്നു കഴിയുമ്പോൾ ഞാൻ അവരെയും കൂടെ കാണിക്കാം. ആണ് എൻ്റെ മൂത്ത നാത്തൂൻ. അപ്പം ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാം. കുഞ്ഞേച്ചേനൊക്കെ പറ. ഇതാണ് മൂത്ത അളിയനും അളിയനും. ഇതാണ് കൊച്ചേർക്കൻ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ചു പൊളിക്കാൻ പറ എന്തെങ്കിലുമൊക്കെ പറ. നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ വെള്ളത്തിൽ ചാടുന്നത് നമ്മളിന്ന് ഫുൾ അടിപൊളിയായിട്ടുള്ള വ്ളോഗായിരിക്കും. ഇതൊക്കെ ഞങ്ങൾക്ക് പപ്പായ മമ്മയെ കാണിച്ചു കൊടുക്കണം. കുഞ്ഞേച്ചിക്ക് നാണം വന്നു. എന്നാലും നമുക്ക് അകത്തോട്ട് പോകാം. വാ. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ അടിപൊളിയായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. കമോൺ. അപ്പോൾ ഇശാൻ എല്ലാവർക്കും വീഡിയോ, ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുന്നു. പിന്നെ കുഞ്ഞേച്ചിക്ക് അളിയനും കൂടെ കുറച്ച് ഫോട്ടോ എടുത്തു കൊടുക്കാൻ വേണ്ടി നമ്മളോട് നിൽക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടർലയുടെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്. വലിയ തിരക്കില്ല കേട്ടോ. നമ്മളിന്ന് വന്നേക്കുന്നത് വീക്ക് ഡേയിലാണ് ആയതുകൊണ്ട്, വീക്കെൻഡൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്കെന്നാ തിരക്കൊന്നും വലിയധികം ഇല്ല. അപ്പോൾ എന്തായാലും ഇവരുണ്ടോ ഭയങ്കര പോസിലാണ്, ഭയങ്കര കപ്പിൾ വൈബിൽ അടിച്ച് നിൽക്കുവാണ് കേട്ടോ. വീഡിയോയാ. അപ്പോൾ ഇവിടെ 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 നമ്മുടെ ക്യാമറമാൻ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു. ഇവിടെ നമ്മുടെ മണിക്കൂട്ടൻ ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ ഹായ് പറ. അപ്പോൾ ഇവിടെ അളിയനും കുഞ്ഞേച്ചി നിൽക്കുന്നു. അപ്പോൾ എല്ലാം കൊണ്ട് അടിപൊളിയാണ്. നമ്മളിനി കയറിയിട്ട് കാണാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. അപ്പോൾ ഇവിടെ ടിക്കറ്റൊക്കെ കാണിച്ചിട്ടാണ് തോന്നുന്നു അകത്തോട്ട് കയറി പോകേണ്ടത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് സമാധാനമുണ്ട് കേട്ടോ ചൂടിന്. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് അടിപൊളിയാക്കാം. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ ഇപ്പോൾ ഉള്ളത്. നമുക്കിനി ഇവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് കേട്ടോ. ഹായ്, താങ്ക് യു. അപ്പോൾ ഇവിടെ ഹായ്. അപ്പോൾ ഇവർ ഞങ്ങൾക്ക് വെൽക്കം ഒക്കെ തന്നു കേട്ടോ. ആണോ? ആണോ? അയ്യോ, ഞാൻ മറന്നു കേട്ടോ. ഹായ്, നമ്മുടെ അത്ഭുതദ്വീപിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ചേട്ടന്മാരാട്ടോ. ഹായ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് ലോക്കറിലൊക്കെ പോയി ഇതൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ മാറി റെഡി ആവാവേ. അപ്പോൾ നല്ല മഴമൂടലുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഓടി വരാം. അപ്പം ഞങ്ങൾ 5 പേരും ഡ്രസ്സൊക്കെ മാറിയിട്ട് വരികയാണ് കേട്ടോ. അപ്പം ഞാനും കുഞ്ഞേച്ചി ഒരേ ഡ്രസ്സായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർക്ക് 3 പേർക്കും ഒരേ ഡ്രസ്സായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്കും ഒരു രസമായിരിക്കും. പിന്നെ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയാലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പം പിന്നെ നമ്മൾ മേളിലോട്ട് പോവാണ് കേട്ടോ. ഓരോ ആക്ടിവിറ്റീസായിട്ട് എവിടെ നിന്ന് തുടങ്ങണം എന്ന് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് മേളിലോട്ട് പോവാണ്. അപ്പോൾ താഴെ ഡ്രസ്സിങ് റൂമിൻ്റെ അവിടെ നിന്ന് മേളിലോട്ട് പോകുന്നിടത്ത് നല്ല വ്യൂ ആണ് കേട്ടോ. നിങ്ങൾ തന്നെ താഴോട്ട് നോക്കിയാൽ അറിയാം. താഴേന്ന് ഓരോ സംഭവങ്ങൾ കയറി മേളിലോട്ട് വരുന്നു. ഓരോ റൈഡുകൾ താഴെ കൂടെ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും മേളിലോട്ട് പോകാം. പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര ഗ്രീനറിയാണ് കേട്ടോ. ഗ്രീനറി എന്ന് വെച്ചാൽ ഇതൊരു ഗ്രാമത്തിൻ്റെ നടുക്ക് കൊണ്ട് ഫിറ്റ് ചെയ്തേക്കുന്ന പോലെയാണ് ഈ ഒരു വണ്ടർല ഇരിക്കുന്നത്. ഞാൻ വിചാരിച്ചിരുന്ന ഏതോ സിറ്റിയുടെ നടുക്കം കണ്ടിരിക്കുന്നതെന്നായിരുന്നു കേട്ടോ ഇതുവരെ വിചാരിച്ചിരുന്നത്. അപ്പോൾ പോയപ്പോഴാണ് മനസ്സിലായത് കുറേ നമുക്ക് ഉള്ളിലോട്ട് പോകാനുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഗ്രീനറി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഓരോരോ സംഭവങ്ങളായിട്ട് ചെയ്തു തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് ലേറ്റ് ആക്കാനായിട്ട് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ പടപടേന്ന് കാര്യങ്ങളിലേക്ക് കടക്കും. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഔട്ടാകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ വട്ടം കറങ്ങുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ പറ്റുന്നത് അത് മാത്രമേ ചെയ്യുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് ക്യാമറാമാനായിട്ട് പുറകെ ഇവരുടെ പുറകെ പോകാനാണ് എൻ്റെ ഉദ്ദേശം. ഇതിലേറ്റവും വലിയ കോമഡി ഇവർ കറങ്ങുന്നതും ഇവർ വീഴാൻ പോകുന്നതും ഒക്കെ കണ്ട് ചിരിച്ച് ഇന്ന് എൻ്റെ ഊപ്പാട് ഇളകും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവർ ചെയ്ത പല റൈഡുകളും ഇവരെക്കാൾ കൂടുതൽ ഞാൻ ചിരിച്ച് ഒരു വഴിയായി കേട്ടോ. അപ്പം നിങ്ങൾക്ക് വഴിയെ കാണാം. എടാ എന്തുവാ ഇത് ഭയങ്കര കഷ്ടമാണ്.
തീയെന്ന് കൊടുത്ത് അതൊന്നും കൂടെ. ഞാനില്ല കേരളാന്നോ ഇപ്പൊ കേരളാന്നോ കേരളാന്നാണ് പിന്നെ മേടിച്ചു വരിക. അപ്പം അങ്ങനെ ഇച്ചാനും കുഞ്ഞേച്ചിയും എല്ലാവരും കൂടെ ആദ്യത്തെ റൈഡിലോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം ഇതിലെന്തായാലും ഞാൻ കയറുന്നില്ല, കാരണം ഇത് മേളിൽ ചെന്നിട്ട് നേരെ തലകുത്തി കൊണ്ടുവരുന്നൊരു സംഭവമാണ് കേട്ടോ. പക്ഷേ ഇച്ചാൻ കുഞ്ഞേച്ചിയെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതിൽ കയറ്റാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവർ 4 പേരും പോകുന്നതുകൊണ്ട് ഞാൻ കയറുന്നില്ല കേട്ടോ, എന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി താഴെ കണ്ടുകൊണ്ട് ഇന്ന് ചിരിക്കാം, അതാണ് എൻ്റെ ഒരു ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. ഇവരെ മേളിൽ കൊണ്ടുപോയി നേരെ തലയും കുത്തി നിർത്തുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര ആനന്ദമായിരുന്നു, ഭയങ്കര ചിരിയായിരുന്നു ഞാൻ അവിടെ കിടന്ന് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം ഇനി അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ റൈഡിൽ നിങ്ങൾ കയറിയിട്ടുണ്ടോ എന്നുള്ള കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. എന്തായാലും വണ്ടർല ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ, കാരണം ഓരോ റൈഡും ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ എനിക്ക് കുറേ ഒന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് കുറേ സംഭവങ്ങൾ ഞാൻ ചെയ്യാൻ മിസ്സായിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇവർ ചെയ്തതെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം ഇനി ഇവർ മുകളിലോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നോ മണിക്കൂട്ടനോ കുഞ്ഞേച്ചി? ഞാൻ ചിരിച്ച് പാടുത്തു. എങ്ങനെ ഉണ്ടായിരുന്നു? കുഞ്ഞേച്ചി അള്ളു പിടിച്ചിരിക്കായിരുന്നേ.
എന്താ ചൂട്? എങ്ങനെ ഉണ്ടായിരുന്നു മണി? എങ്ങനെ ഉണ്ടായിരുന്നു? ഇതേല് ഞാൻ കയറുന്നില്ല കേട്ടോ, ഇതെനിക്ക് കുറച്ച് നഷ്ടമാണ്. അപ്പോൾ ഇതേല് ഇച്ചാനും അളിയനും ചെറുക്കം കൊച്ച് കയറുന്നുള്ളൂ. കുഞ്ഞേച്ചി അപ്പുറത്ത് കുതിര കയറാൻ പോയേക്കോ കേട്ടോ. അപ്പം ഞാൻ അവർ കയറുന്നിടത്തുനിന്ന് എടുക്കാനായിട്ട് കുഞ്ഞേച്ചി അങ്ങോട്ട് വിട്ടു കേട്ടോ. അതാകുമ്പോൾ അവരിതിലേ വരുമ്പോൾ എനിക്ക് എടുക്കാമല്ലോ. ആശാന്മാർക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഇവർ കയറുന്നത്. ഹലോ, എങ്ങനെയുണ്ടാ? എടാ എങ്ങനെയുണ്ടാ? ആ വേറെ ലെവലായി. ഓട്ട മത്സരത്തിന് പോകുന്ന പോലെ പോന്നെ. കുഞ്ഞേച്ചി ഇതിങ്ങനെ എടുത്തോ, റീലിനെ ഇങ്ങനെ നേരെ എടുത്തോ. മണിയെ എനിക്ക് കാണാം കുറച്ച്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ തല കുത്തുന്നത്. ചേച്ചി ചേട്ടനെ ഒന്ന് നോക്കിയത് ചേച്ചി, ക്യാമറ കൂടെ അല്ലാതെ നോക്കിയത് ചേച്ചി. ഏറ്റവും പുറകില് ഫസ്റ്റ് ഇരിപ്പുണ്ട്, കണ്ടില്ലേ?
സൂപ്പറായിരിക്കും. അയ്യോ കുഴപ്പമില്ല. ഞാൻ എക്സ്പ്രഷൻ കണ്ട് ചിരിച്ചിരിച്ച് ഞാൻ മടുത്ത്. ഇനി നമ്മൾ കയറാൻ പോകുന്ന സംഭവം അടിപൊളിയാണ് കേട്ടോ. കാരണം ഇത് മുകളിലോട്ട് കൊണ്ടുപോയി നമ്മളെ മൊത്തത്തിലുള്ള ഒരു സൈറ്റ് വ്യൂ മാത്രം നമുക്ക് തരുന്നതാണ്, അല്ലാതെ പെട്ടെന്ന് താഴോട്ടൊന്നും ഇടത്തില്ല കേട്ടോ. ഇത് അടിപൊളിയായിരുന്നു. ഇത് നമ്മൾ 2 പ്രാവശ്യം കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നമുക്കൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ആ ഒരു വ്യൂ തന്നെ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഫുൾ ആ ഒരു വണ്ടർലായിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു ഏരിയ ഫുൾ അപ്പുറത്തെ പാലക്കാട് മല വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. Sorry. ഇനി ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സംഭവമായിരുന്നു കേട്ടോ ഇത്, ഈ കാർ ഓടിക്കുന്ന സംഭവം. അപ്പം ഞാനും കുഞ്ഞേച്ചിയായിരുന്നു പാർട്ണർഷിപ്പിലുണ്ടായിരുന്നത്. അപ്പം എനിക്കിത് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ കാലം ഈ സംഭവമൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എനിക്കിത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ ഞാൻ സ്റ്റക്കാണ് ഗെയ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അത് മാത്രമല്ല, ഇച്ചാൻ പുറയുന്ന ഒറ്റ ഇടിയും കൂടെ തന്ന് ഞാനും കുഞ്ഞേച്ചിയും കൂടെ മൂലയ്ക്ക് വരുന്നു കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ അവിടെ നിന്നൊരു ഉയർത്തെഴുന്നേറ്റ് ഒരു വരവുണ്ട്, വന്ന് ഇച്ചാനൊക്കെ ഇടിച്ച് തെറിപ്പിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ ഉണ്ടല്ലോ പുളകിതമായി പോവും. പിന്നെ ഞാനും കുഞ്ഞേച്ചിയും തീരുമാനിച്ചു ഒരു സൈഡിൽ കൂടെ നമുക്ക് ട്രിപ്പ് പോകാമെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ആരെ ഇടിക്കാതെ കുറേ സമയം സമാധാനപരമായിട്ടുള്ള പോക്കായിരുന്നു. അപ്പം ഇതൊരു അടിപൊളി സാധനമായിരുന്നു കേട്ടോ.
തിരികെ ചവിട്ടിക്കൊണ്ടിരിക്കുക ചവിട്ട് അത് ഫുൾ ചവിട്ട് അത് തിരികെ ആ പോട്ടെ നേരെ പോട്. അത്രയും പരിപാടികൾ കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ 2 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഇനിയും കഴിക്കാൻ ചെന്നില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും കിട്ടത്തില്ല എന്നുള്ളൊരു സമയമായി കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിക്കാൻ പോയി കേട്ടോ. അപ്പോൾ കഴിക്കാൻ പോയത് അവിടെ തന്നെയുള്ള അതിൻ്റെ അകത്തുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. വാലി വ്യൂ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലായിരുന്നു നമ്മൾ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ ഡിസ്പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കവിടെ കഴിക്കാൻ കിട്ടുന്നതെന്ന് നമുക്കത് നോക്കിയിട്ട് ഇഷ്ടമുള്ള സംഭവം എന്താണോ നമുക്ക് ആ ഫുഡ് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പം അവിടെ കണ്ടതിൽ വെച്ച് ചട്ടിച്ചോറുണ്ടായിരുന്നു, ചട്ടിക്കകത്ത് വെച്ചേക്കുന്ന ബിരിയാണി ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയും ചട്ടിച്ചോറും ഒക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ചട്ടിച്ചോറ് 2 പേർക്ക് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ഒരു ചട്ടിച്ചോറേ കിട്ടിയുള്ളൂ. കാരണം നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച്. അപ്പോൾ പിന്നെ കുഞ്ഞേച്ചിയൊക്കെ നാട്ടിൽ വരുമ്പോഴല്ലേ ചട്ടിച്ചോറൊക്കെ ഉണ്ടെന്നുള്ളൂ. അപ്പം ഞാൻ ചട്ടിച്ചോറ് ക്യാൻസൽ ചെയ്തിട്ട് കുഞ്ഞേച്ചിയൊക്കെ ചട്ടിച്ചോറുണ്ടു, ഞാനും ഇച്ചാനും ഒരു പാത്രത്തിൽ നിന്ന് ബിരിയാണി കഴിച്ചു. മണിക്കുട്ടൻ ബിരിയാണി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ അച്ചാറൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇരിക്കാനായിട്ട് കിട്ടിയ സ്ഥലം നല്ല അടിപൊളിയായിരുന്നേ. താഴെ ഫുള്ള് വാട്ടർ ആക്ടിവിറ്റീസ് നടക്കുന്നതിൻ്റെ മുകളിലായിരുന്നു നമ്മൾ ഇരുന്നത്. അപ്പം ഞാനും കുഞ്ഞേച്ചിയും ഫുഡ് വരുന്നതിന് മുന്നേ കുറേ നേരം അങ്ങനെ താഴോട്ട് നോക്കി അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് ആ ഫുഡൊക്കെ വന്നത്. ഇനി എന്തായാലും നമുക്ക് പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ഫുള്ള് നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസിലേക്കാണ് കേട്ടോ കിടക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഞാനും കുഞ്ഞേച്ചിയും വെയിറ്റ് ചെയ്തിരുന്നൊരു സംഭവവും വാട്ടർ റൈഡ്സ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഫോൺ എത്രത്തോളം നമ്മുടെ കയ്യിലുണ്ടാവുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ പരിപാടി പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞ് തുടങ്ങാവേ. അപ്പം ഇവിടെയാണ് വാട്ടർ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടം തൊട്ട് താഴോട്ടേക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ വന്നപ്പോഴേ ഏറെക്കുറെ ഫോൺ കയ്യിൽ ഇനി ഉണ്ടാവില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. കാരണം ഫോൺ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിരുന്നുകൊണ്ട് ഫോൺ നമ്മൾ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഇത് വൈകുന്നേരമാണ് കേട്ടോ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് അവിടെ നിന്ന് ഒരു ചായ കുടിക്കുകയാണ്. അപ്പം അവിടെ ചായക്കടയിൽ പഴംപൊരി ഉണ്ടായിരുന്നു. പക്ഷെ പഴംപൊരിക്ക് ഒട്ടും ചൂടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. പിന്നെ ബോണ്ട കഴിച്ചു, ചായ കുടിച്ചു. ബോണ്ട നല്ലതായിരുന്നു കേട്ടോ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ഒടുക്കത്തെ പൈസയാണ്. 3-4 ബോണ്ടയ്ക്കും ഒരു ചായയ്ക്കും 10-250-300 രൂപ കൊടുക്കേണ്ടി വരും. അത് പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷേ ബോണ്ടയ്ക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ആംബിയൻസും ആ ഒരു ലൈറ്റിങ്ങും സെറ്റപ്പും ഒക്കെ ആയിട്ട് വൈകുന്നേരം ആയപ്പോൾ വണ്ടർലയുടെ വൈബ് തന്നെ ചേഞ്ച് ആയി കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ മമ്മിയും പപ്പയൊക്കെ വരുന്ന ഇന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ നിൽക്കാനോ ഒരുപാട് സമയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇന്ന് ഇവിടുന്ന് ഇറങ്ങാനായിട്ട് പോവാണ്. ഒരു ചായ കുടിച്ചു, ബൈ നമ്മൾ ഇറങ്ങുകയാണ്. ഇനിയും പെട്ടെന്ന് പോയി പപ്പയും മമ്മിയൊക്കെ അവർക്ക് വിളിക്കേണ്ടതായിട്ടുണ്ടേ. അങ്ങനെ കുറേ സമയം ഫോൺ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് പിന്നെ ഫോണിൽ കോൺസെൻട്രേറ്റ് ചെയ്യലും മടുപ്പായി കേട്ടോ. പിന്നെ നമുക്ക് ഇനിയും വാട്ടർ റൈഡൊക്കെയാണ് ചെയ്യാനുള്ളത്. വാട്ടറിനകത്ത് വെള്ളത്തിലിറങ്ങുകയും വെള്ളത്തിൽ നനയുകയും ഒക്കെ ചെയ്യുമ്പം നമ്മുടെ ഫോൺ വാട്ടർ പ്രൂഫ് ആണെങ്കിലും എന്നാ പറയുക, നമുക്കൊരു കംഫർട്ടബിൾ ആയിരിക്കത്തില്ല വെള്ളം ഇങ്ങനെ ഫോണിൽ വീഴുമ്പോഴേ.
എനിക്ക് വാട്ടർ പ്രൂഫാണ് ഫോണെങ്കിൽ പോലും എനിക്ക് ഫോൺ നനയ്ക്കുന്നതിനോടൊന്നും താല്പര്യമില്ല. മാത്രമല്ല ഫോണിൽ തന്നെ നമ്മുടെ ഫോൺ എവിടെയെങ്കിലും മിസ്സാകുമോ, എവിടെ വെക്കും, അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു സമാധാനം കാണത്തില്ല ഫോൺ കയ്യിലിരുന്ന. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഇനി ഫോൺ എടുക്കണ്ട, കൊണ്ട് വെച്ചേക്കാൻ പറഞ്ഞു. നമ്മൾ ലോക്കറിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കേട്ടോ. വാട്ടർ ആക്ടിവിറ്റി ഫുള്ള് നമ്മൾ ഫോണിൽ ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, സോറി. അപ്പം നമുക്ക് ഒരുപാട് വാട്ടറിൽ ചെയ്യാൻ പറ്റുന്ന മിക്കവാറും എല്ലാ സംഭവങ്ങളും തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു കേട്ടോ. കുറച്ചെണ്ണം ഞാൻ ചെയ്തില്ല. പിന്നെ ഏറ്റവും നല്ല രസമായിട്ട് തോന്നിയത് വണ്ടർലായിലെ ഇതുണ്ട്, റെയിൻ ഡിസ്കോ. ഒരു സംഭവത്തിനകത്ത് കയറിയിട്ട് പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ച് പോയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആ സംഭവം ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ 4 പേരും ഞങ്ങൾ 5 പേരും ഡാൻസ് കളിച്ച് തകർത്ത് കേട്ടോ. അപ്പം ചുമ്മാടും തുള്ളു തന്നെ, ഒരു വൈബല്ലേ, അപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ വാട്ടർ ആക്ടിവിറ്റി എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ വൈകുന്നേരം ഞങ്ങൾ വെളിയിലിറങ്ങി ചായ കുടിച്ചു, ബോണ്ട ഉഴുന്നോടെയൊക്കെ തിന്നു. പിന്നെ പപ്പായും മമ്മിയും വിളിക്കാൻ പോകേണ്ടതായിട്ടുണ്ടായിരുന്നുകൊണ്ട് പിന്നെ അവർ നേരെ എയർപോർട്ടിലേക്ക് പോയി. ഞങ്ങൾ വീട്ടിലോട്ട് ഞാൻ സിബി വരികയും ചെയ്യുമായിരുന്നു കേട്ടോ. അവൻ എന്നെ അവിടെ ഒന്ന് വിളിച്ചു, കളമശ്ശേരി വന്ന്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം തീർന്നു, നല്ലൊരു ദിവസമായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടു വണ്ടർലയിൽ വന്നിട്ട്. ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ വണ്ടർലയിൽ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി സൂപ്പർ ദിവസമായിരുന്നു കേട്ടോ. തന്നെയല്ല കുഞ്ഞേച്ചിൻ്റെയൊക്കെ കൂടെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വെളിയിലൊക്കെ പോകുന്നത്. അപ്പോൾ എനിക്കതൊരു ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. എല്ലാവരും അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബായ്.